എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ബീഫ് പെരളൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ബീഫ് കുക്കറിൽ അടിച്ച് വേവിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇടുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. പകുതി സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഒരു കറുവപ്പട്ടയുടെ പീസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഇറച്ചി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതിൽ അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി വേവാനുള്ള വെള്ളം അതിനകത്തുനിന്ന് തന്നെ ഇറങ്ങിക്കോളും. കുക്കറിൽ 4 വിസിലടിച്ച് അതിൻ്റെ പ്രഷർ കളഞ്ഞും തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ. ഇറച്ചിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവാളയും ഉള്ളിയുമാണ്. ഒരു സവാളയും 6 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഇത് ഞാൻ സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഒരു 7 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണ് ഈ പെരളൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് ഉലർത്ത് മസാലയാണ് ചേർക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും ബീഫ് ഉലർത്ത് മസാല നല്ലതാണ്. 2.5 ടേബിൾ സ്പൂൺ ബീഫ് ഉലർത്ത് മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ മസാലയിൽ തന്നെ ആവശ്യത്തിന് എരിവുണ്ട്. എരിവ് കൂടുതലായിട്ട് കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്യുക കേട്ടോ. മസാലപ്പൊടി ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് കറിക്ക് ഒരു കയ്പ്പ് കയറി വരും. ഈ മസാലപ്പൊടി സവാളയിലും വെളിച്ചെണ്ണയിലും ഇട്ട് നന്നായിട്ട് മൊരിച്ചിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി വേവിച്ച വെള്ളമില്ലേ, ആ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സ്റ്റോക്ക് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ അരപ്പൊക്കെ ആ സ്റ്റോക്കിലേക്ക് പിടിച്ച് നന്നായിട്ട് മിക്സായിട്ട് കുറുകി വരുമ്പോൾ ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത സ്റ്റോക്ക് അരപ്പിലൊക്കെ പിടിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഇറച്ചിയിലേക്ക് നന്നായിട്ട് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ശരിക്കും വറ്റിയിട്ട് ആ അരപ്പ് മുഴുവൻ ഇറച്ചിയിൽ പറ്റുന്ന രീതിയിലായിട്ട് നമുക്ക് എടുക്കണം. അങ്ങനെ ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ.
ഇപ്പോൾ ഇതിൽ വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ, ശരിക്കും അരപ്പ് മാത്രമാവുന്ന രീതിയിൽ കിട്ടണം. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം, അടിയിലൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെക്കാം. ഈ സമയത്ത് തന്നെ മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങാക്കൊത്തുകൾ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. 1/2 കപ്പോളം തേങ്ങാക്കൊത്തുകൾ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ആ കറിവേപ്പില ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ പെരളന് കിടിലൻ ടേസ്റ്റാണ്. ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഇളക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിനകത്തുനിന്ന് കിടിലം മണമാണ് വരുന്നത്. അതുപോലെ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതിൽ 2 കൂട്ടം കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇതുപോലെ ലാസ്റ്റ് വിതറിയിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അടുത്ത് ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം. ഈ വെളിച്ചെണ്ണയും ഗരം മസാലയും ലാസ്റ്റ് ചേർക്കുമ്പോൾ ഇറച്ചിക്ക് നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ബീഫ് വാങ്ങിക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.